കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അങ്ങനെ ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. എന്നിട്ട് നീ ഇങ്ങനെ ഒരു അക്ഷരം മിണ്ടാതെ നിൽക്കുമ്പോ എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക വൈദേഹി. എന്തിനാ നീ എന്നോട് ഇങ്ങനെ ചെയ്തത്? പറയൂ വൈദേഹി. പറ വൈദേഹി. പറയൂ വൈദേഹി. ഉത്തരം പറ വൈദേഹി. നിങ്ങൾ എന്തീ കാണിക്കുന്നേ? പറ വൈദേഹി. ഉത്തരം പറയാതെ വിടില്ല. മാറി. ആരാ ചേട്ടാ ഇത്? എന്തൊക്കെയോ ഭ്രാന്ത് വിളിച്ചു പറയുന്നു. ഇയാളുടെ വൈദേഹി ആരാ? ക്ഷമിക്കൂടി, ഒന്ന് തെറ്റിദ്ധരിക്കട്ടെ. ചേട്ടനൊരു അബദ്ധം പറ്റിയതാ. മറ്റാരോ ആണെന്ന് കരുതി. കുട്ടി വെക്കോളൂ. എന്താ ഇത് ദേവേട്ടാ? എന്ത് പണിയാ കാണിച്ചേ? ആ പെണ്ണേതാ? എന്താ പെണ്ണിനോട് ചോദിച്ചേ? അറിയാവുന്ന ആരെങ്കിലും ആണെന്ന് കരുതിയോ? ഒന്നുമില്ല വിനയ. എന്നാ വാ, അമ്മ പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ദേവേട്ടൻ വരാൻ നോക്ക്. പാവം വൈദേഹി ചേച്ചി കാരണം ചേട്ടനെ ഭ്രാന്ത് പിടിച്ചോലേ. നിനക്ക് എന്താ പറ്റി ദേവ? പൂജ നടക്കുന്ന സമയത്ത് പുറത്തു പോകാൻ പാടില്ലെന്ന് പറഞ്ഞതല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് 4 ദിവസം പോലും ആയിട്ടില്ല. അതിനു മുൻപ് ഭാര്യയെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ നിനക്ക് തോന്നും പോലെ ഒറ്റയ്ക്ക് പുറത്ത് കറങ്ങി നടക്കുന്നത് ശരിയാണോ ദേവ? എന്താ ദേവ, നിനക്ക് എന്തു വലിയ പ്രശ്നമുണ്ടല്ലോ? ആ ഫോട്ടോ ആരെങ്കിലും കാണുമെന്നുള്ള പേടിയാ എനിക്ക്. അതിനിടയ്ക്ക് എവിടെ ഒരു സിന്ദൂരം ചാർത്തല്. മടിക്കാത്ത ദേവനതങ്ങ് പറഞ്ഞൂടെ? കഷ്ടമുണ്ട്. എല്ലാം ഇങ്ങനെ മനസ്സിലൊതുക്കി എത്ര നാള് കഴിഞ്ഞുകൂടും? എന്നായാലും പറയണ്ടല്ലോ. അങ്ങനെ പറയാനും മാത്രം ഒരു പ്രശ്നമില്ല. ദേവനൊരു കുഴപ്പമില്ല. അവള് പറയുന്നതൊന്നും ശ്രദ്ധിക്കണ്ട. സിന്ദൂരം ചാർത്തി പൂജ പൂർത്തിയാക്കാൻ നോക്ക്. വാ വാ മോനെ. നോക്ക് ദേവ, ഈ അരി കയ്യിൽ വാങ്ങിച്ചോളൂ. ദാ മോനെ, ഇത് വേഗം തലയിലിട്ട് കൊടുക്ക. കാലെ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചോ. എന്താ നോക്കി നിൽക്കുന്നേ? കുട്ടിയെ അനുഗ്രഹിക്കും മോനെ. എന്താ മോനെ ഇത്?
ദൈവം അവിടെ നിന്നേ. പ്രേമിച്ച് കല്യാണം കഴിച്ചതാത്രേ. എന്നിട്ട് കെട്ടിയ പെണ്ണിനെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും അവന് മനസ്സില്ലാത്രേ. ഇപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടാവുമെന്ന് തോന്നുന്നില്ലേ? മൂത്ത മോൻ ഒന്നിനും കൊള്ളാതെ ഒരിടത്ത് ഇരിപ്പുണ്ട്. ഇളയ മോനോ കൊള്ളിക്കാൻ ഇഷ്ടപ്പെടുന്നുമില്ല. ഇനി അമ്മയുടെ മരുമക്കളുടെ ഗതി അതോ ഗതി തന്നെ. അവൻ പൂജയ്ക്ക് കൂടാതെ ഇവിടുന്ന് പോയത് ഭാര്യയോടുള്ള താല്പര്യക്കുറവുണ്ടല്ല. മോള് വേഗം ഈ ഭക്ഷണം കൊണ്ടുചെന്ന് പക്ഷികൾക്ക് വെച്ചിട്ട് വാ. ദേവാ, എന്താ പറ്റി? എന്താ പ്രശ്നം നിനക്ക്? കുറച്ചായല്ലോ നീ ഇങ്ങനെ. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നില്ലേ മോനെ? അതുകൊണ്ട് ഞാൻ ഓരോന്ന് പറഞ്ഞ് അവിടെ പിടിച്ചു നിന്നേ ഉള്ളൂ. പക്ഷെ നിന്റെ ഈ ഭാവം കാണുമ്പോ പേടിയാവാ. ദേവാ, നീ ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ല ഞങ്ങൾ ഈ കല്യാണം നടത്തിയത്. നമ്മുടെ അന്തസ്സിനൊട്ടും ചേരില്ലെങ്കിലും നിന്റെ ഇഷ്ടത്തിന് ഞങ്ങൾ വില കൽപ്പിച്ചത്. മറ്റൊന്നും ഞങ്ങൾ ചിന്തിച്ചില്ലല്ലോ. നിന്റെ സന്തോഷം മാത്രമാണ് മോനെ ഞങ്ങളുടെ ലക്ഷ്യം. എന്നിട്ട് നീ ഇപ്പൊ ഇങ്ങനെ കിടന്ന് പെടയുന്നത് കാണുമ്പോ ഞങ്ങൾക്ക് പേടിയാവാ. സത്യത്തിൽ നിന്റെ പ്രശ്നം എന്താ മോനെ? എന്തിനു ശ്രേയയിൽ നിന്ന് നീ അകന്നകന്ന് പോകുന്നേ? നീ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച പെൺകുട്ടിയല്ലേ? ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ തന്നെ കിട്ടുമ്പോ എല്ലാവരും സന്തോഷിക്കല്ലേ ചെയ്യാറ്? അവള് ഞാൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയല്ല അമ്മേ. ദേവാ, നീ ഇഷ്ടപ്പെട്ടത് ഈ പെൺകുട്ടിയല്ലെന്നോ? നീ എന്താ മോനി പറയുന്നത്? സത്യമേ. ഞാൻ പ്രണയിച്ചത് ഈ ശ്രേയല്ലായിരുന്നു. നിനക്ക് ധർമ്മസ്ഥാനത്തെ രാമന്റെ മകളെ ഇഷ്ടമാണെന്നല്ലേ മോനെ നീ പറഞ്ഞത്? പറഞ്ഞത് ശരിയാ. പക്ഷെ ഞാൻ ആഗ്രഹിച്ചതല്ല, നിങ്ങൾ ഇവിടെ തീരുമാനിച്ചത്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ മരണവെപ്രാളം അനുഭവിക്കാൻ ഞാൻ.
കഴിഞ്ഞ് ശ്രീ ഈ വീട്ടിലെ മരുമകളായി സ്വീകരിച്ചിട്ട് അവളെ പ്രണയിച്ചില്ലെന്നും കൂടെ ജീവിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞു. അതല്ല എന്റെ കഷ്ടകാലം. എല്ലാ കാര്യവും കഴിയുന്നത് വരെ ഒന്നും എനിക്കറിയാൻ കഴിഞ്ഞില്ല. സത്യത്തിൽ ഞാൻ ഇഷ്ടപ്പെട്ടത് ആരാണെന്ന് നമുക്കറിയോ? ഒന്നും പറയണ്ട. ഇനി അത് ആര് വേണേലും ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് എനിക്കിനി ഒന്നും അറിയണ്ട. നാട്ടുകാരെ സാക്ഷി നിർത്തി ആർഭാടായിട്ട് കല്യാണം നടത്തിയിട്ടും ഒരു പെൺകുട്ടിയെ ദശരഥ രാമവർമ്മയുടെ മരുമകളായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അങ്ങനൊരു ആഗ്രഹം നിനക്കുണ്ടെങ്കിൽ അത് മായ്ച്ചു കള. എന്നിട്ട് താലി കെട്ടി ഈ പെൺകുട്ടിയൊത്ത് ജീവിക്കാം. അപ്പൊ ഞാൻ പ്രണയിച്ച പെൺകുട്ടിയമ്മേ. ഇനി അവള് നിന്റെ ജീവനാണെന്ന് പറഞ്ഞാലും അതങ്ങോട്ട് മറക്കുന്നതാണ് നല്ലത്. രാജവാഴ്ച അവസാനിച്ചെങ്കിലും രാജവംശം നശിച്ചിട്ടില്ല. പരമ്പരാഗത സമ്പ്രദായങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കണം. ഏതോ ഒരുത്തിക്ക് മനസ്സ് കൊടുത്തെന്ന പേരിൽ അതൊക്കെ അറ്റുപോകാൻ ഞാൻ സമ്മതിക്കില്ല. അതിനി സ്വന്തം മകനാണെങ്കിലും. അപ്പൊ ഞാൻ പറയുന്നു. എനിക്കിനി ഒന്നും കേൾക്കണ്ട ദേവാ. ശ്രേയ മാത്രമാണ് നിന്റെ ഭാര്യ. അവളാണ് നിന്റെ ജീവിതം. നമ്മുടെ വംശത്തിന് ദോഷമുണ്ടാകുന്ന രീതിയിൽ നീ പ്രവർത്തിച്ചാൽ എന്നെ ജീവനോട് കാണില്ല. ദേവേട്ടനെ ഓടിയൊളിക്കാൻ ശ്രമിക്കും തോറും എന്നെ അദ്ദേഹത്തിന്റെ മുന്നിൽ കൊണ്ടിടുന്നത് എന്തിനാ? ദേവേട്ടൻ എന്നോട് അടുക്കാൻ ശ്രമിക്കുന്ന ഓരോ സമയവും അത് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കും. അതൊക്കെ നിനക്കും അറിയാലോ. എന്നിട്ട് എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഇത് നീ എനിക്ക് തരുന്ന വരവാണോ ശാപമാണോ?
എന്റെ അച്ഛന് വേണ്ടി ജീവൻ പോലും കളയാൻ ഞാൻ തയ്യാറാണ്. ഇരുചെവി അറിയാതെ ഇവിടുന്ന് അടിച്ചോടിച്ചിട്ടും പോയ വേഗത്തിൽ ഈ പിശാച് തിരിച്ചിവിടെ തന്നെ വന്ന് കേറിയല്ലോ. എന്തിനായിരിക്കും ദൈവം ഇവളെ തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവന്നത്? ഇനി എന്റെ ശ്രേയമോളുടെ ജീവിതത്തിന് ഇവളൊരു പാരയാകുമോ? സത്യത്തിൽ ഇവക്ക് ഭാഗ്യമുണ്ടായിരുന്നെങ്കിൽ കഴുത്തെ താലി കയറിയിട്ട് ഇവക്ക് അവന്റെ കൂടെ ജീവിക്കാൻ വിധിയുണ്ടായില്ലല്ലോ. ഇവളിവിടെ ഉള്ളിടത്തോളം കണ്ണിലെ കരട് പോലെ എന്നും പ്രശ്നങ്ങളായിരിക്കും. എങ്ങനെയാ ഇവളെ ഇവിടുന്ന് ഓടിക്കുക? അമ്മേ, എന്താടി? കാപ്പി കുടിക്കേ? എന്താ നോക്കി നിൽക്കുന്നേ? ഓടി. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. സത്യസന്ധമായ ഉത്തരം കിട്ടില്ല എന്നറിയാം. എന്നാലും ചോദിക്കുക. വൈദേഹി അമ്മ ഇവിടുന്ന് ഓടിച്ചു വിടുകയല്ലായിരുന്നോ? അതെ, അതിനിപ്പോ എന്താ? അമ്മ എന്തിനാ അവളെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? അവൾ എന്നും അമ്മയെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. എന്റെ കുഞ്ഞിനോട് അമ്മ എന്തിനാ ഇത്രയേറെ വെറുപ്പ് കാണിക്കുന്നേ? വെറുപ്പ് മാത്രമല്ല, പേടിയുണ്ട്. മുഹൂർത്ത സമയത്ത് ശ്രേയമോൾക്ക് കതിർ മണ്ഡപത്തിലേക്ക് എത്താൻ സാധിക്കാഞ്ഞതുകൊണ്ടല്ലേ ഇവളെ പിടിച്ചിരുത്തി താലി കെട്ടിച്ചേ. എന്നും പറഞ്ഞ് ഇവളങ്ങ് ഭാര്യയാവോ? കഴുത്തെ കിടക്കുന്ന താലി ഊരാൻ പറഞ്ഞാൽ കേക്കില്ല. ആ ചെറുക്കനെങ്ങാനും ഇവളുടെ കഴുത്തെ കിടക്കുന്ന താലി കണ്ടാ പിന്നെ അത് മതി. നീയും ആള് കാഞ്ഞ വിത്ത തക്കം നോക്കി രാമനോട് കാര്യം പറയാൻ നോക്കിയിരിക്കല്ലേ. വൈദേഹി ഇവിടെ നിൽക്കുന്നിടത്തോളം എന്റെ ശ്രേയമോളുടെ ജീവിതത്തിന് അപകടം തന്നെയാ. അതുകൊണ്ട് ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേ പറ്റൂ. എന്നിട്ടും കഷ്ടകാലം മാറുന്നില്ലല്ലോ. ആ ചെറുക്കൻ തന്നെ അവളെ രക്ഷിച്ച് ഇവിടേക്ക് വിട്ടില്ലേ? അതങ്ങനല്ലേ വരൂ. താലി കെട്ടിയ ബന്ധം നമ്മൾ വിചാരിച്ചാൽ മുറിക്കാൻ പറ്റില്ല. മിണ്ടാതിരുന്നോണം. മേലിൽ ഇനി ഈ കാര്യം ഇവിടെ സംസാരിക്കരുത്. വളർത്തുമോളോട് സ്നേഹം കാണിക്കാൻ നിന്നാലേ പെറ്റ മോളോട് ജീവിതം തകർന്ന് തരിപ്പണമാവും. അതോർത്താ നിനക്കും കൊള്ളാം. എന്ത് ചെയ്യാനാ? എന്തെങ്കിലും ചെയ്തവളെ വീണ്ടും പോച്ച് പുറത്തു ചാടിക്കാന്ന് വെച്ചാ രാമൻ അവളെ കൊണ്ട് സത്യം ചെയ്യിച്ചിരിക്കല്ലേ. അവനോട് സത്യം തുറന്നു പറയാനും പറ്റില്ല, പറയാതിരിക്കാനും പറ്റാത്ത അവസ്ഥയാണ്. എന്നാലും ഒത്തിരി കാലം ഞാൻ അവളെ ഇവിടെ നിർത്തി പൊറപ്പിക്കില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലോട്ട് കേറിയോടി. കേറിയില്ലെങ്കിൽ വായു അടച്ച് വെറുതെ നിന്നോണം. ആവശ്യമില്ലാതെ എന്റെ കാര്യത്തിൽ കയറി ഇടപെടരുത്. ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഫോട്ടോ എവിടെയാണോ ഈശ്വര? ആ കിളവിയോട് ഫോട്ടോ ഞാൻ നോക്കിയിട്ട് തരാന്ന് പറഞ്ഞപ്പോ കൊച്ചുകുട്ടിയെ പോലെ വാശി പിടിക്കല്ലായിരുന്നു. അവരെങ്ങാനും ആ ഫോട്ടോ കണ്ടു കാണോ ഈശ്വര? കണ്ടിരുന്നെങ്കിൽ ഈ വീട്ടില് ഒരു ഭൂകമ്പം തന്നെ ഉണ്ടായേനെ. കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. എന്റെ ഇന്ദു, നീ അതെവിടെ കൊണ്ട് വെച്ചേക്കാണോ ആവോ?
ഇവിടെ എങ്ങും കാണാനില്ലല്ലോ. ഇന്ദുക്കിളവി, അതെവിടെ കൊണ്ടാ തള്ള വെച്ചിരിക്കുന്ന? ആഹാ, ഇവിടെ ഉണ്ടായിരുന്നല്ലേ. ആ ഫോട്ടോ മാത്രം കാണുന്നില്ലല്ലോ. രക്ഷപ്പെട്ടു, ഇവിടെ തന്നെ ഉണ്ട്. ശ്രേയ ഇവിടെ എന്തെടുക്കാനാവോ? ഇന്ദു അമ്മയുടെ മുറിയില് നീ എന്തിനാ കയറിയേ? നിന്റെ ഉള്ളില് ഇങ്ങനൊരു ആംഗിളും ഉണ്ടോ? എന്താ മിണ്ടാതെ നിൽക്കുന്നത്? എന്താ അത്? എന്തോ ഒളിക്കുന്നുണ്ടല്ലോ നീ. നോക്കട്ടെ. ഈ മുറിക്കകത്തുനിന്ന് എന്തോ അടിച്ചു മാറ്റാൻ തന്നെയാ നീ വന്നത്. എന്റെ മുമ്പിൽ തന്നെ പെടണമായിരുന്നോ? ഇങ്ങ് തന്നെ. ഇങ്ങോട്ട് തരാൻ. ഏയ്, തരാനാ പറഞ്ഞത്. കയ്യിലൊന്നും ഇല്ലല്ലോ, പിന്നെന്തിനാ എന്തോ ഒളിപ്പിക്കുന്ന പോലെ വലിയ ബിൽഡപ്പ് കാണിച്ച്? ചുമ്മാതെ ചേച്ചി, ചേച്ചിനെ വെറുതെ ഒന്ന് കളിപ്പിക്കാന്ന് കരുതി. എന്തൊക്കെയോ കളിയുണ്ട്. കളി ഒരു നാൾ പിടിക്കപ്പെടും. പിടിക്കപ്പെടുന്നവരെ മാനേജ് ചെയ്തു.